ആരംഭ നബിതങ്ങൾ പറയുകയാണ്, വീടുകളിലുള്ള ശൈത്താന്മാരുടെ ശല്യത്തുനിന്ന് രക്ഷപ്പെടണമെങ്കിൽ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യണം. വീടുകളിൽ ഖുർആൻ നല്ലോണം വീടുകളിൽ ഓതണം. വീടുകൾ വെച്ചിട്ട് സംസാരിക്കുന്ന സംസാരങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും അധികം സംസാരങ്ങൾ ഖുർആൻ സംസാരമാവണം, ഖുർആനിന്റെ വേടാവണം, ഖുർആനിന്റെ അക്ഷരങ്ങളാവണം. അങ്ങനെ വന്നാൽ ആ പരയിൽ ശൈത്താൻ എനിക്ക് ശല്യം ചെയ്യാൻ പറ്റില്ല, കച്ചവടത്തിന് നഷ്ടം വരുത്താൻ പറ്റില്ല. കച്ചവടത്തിൽ ആരെവിടെങ്കിലും കൂറുകൂടിയാൽ തോപ്പിച്ചു പോകുന്ന സാഹചര്യം ഉണ്ടാവില്ല. ഗൾഫിലാണെങ്കിൽ മറ്റെന്തെങ്കിലും പിടിച്ചുപറി ഉണ്ടാവില്ല. പോകുന്ന സ്ഥലത്തൊക്കെ ഒരു അഭിവൃദ്ധിയും ബർക്കത്തുണ്ടാകും. എന്തുകൊണ്ട്? ശൈത്താന്റെ ശർമ്മയുമായി. അതുപോലെ തന്നെ കുഞ്ഞു വീണ് കൈവളിയിലും മറ്റുള്ള നാനാർത്ഥങ്ങൾ ഉണ്ടാവൂല. വളരെ ചിന്തിക്കേണ്ടതാണ്. ശൈത്താനിന്റെ ശർമ്മ ഒഴിവായി കിട്ടാൻ, ശൈത്താനിന്റെ ശല്യം ഒഴിവായി കിട്ടാൻ ആരംഭ നബി തങ്ങൾ പറഞ്ഞതാണ് പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യണം. പറയിൽ ഈ ഒരു സമ്പ്രദായം നമ്മുടെ വീടുകളിൽ ഇല്ലാതായി. അത് വാഴു കേട്ടാൽ പോലും ഇപ്പൊ ഇല്ല. ഉപ്പ ഒരു ഭാഗം, ഉമ്മ ഒരു ഭാഗം, മക്കളൊരു ഭാഗം, ആണൊരു ഭാഗം, പെണ്ണൊരു ഭാഗമായി ഓരോരുത്തരും അവന്റെ മൊബൈലുള്ള സംസാരങ്ങളും മറ്റുമാണ്. ഖുർആൻ പാരായണം ചെയ്യുന്ന സമ്പ്രദായമേ ഇല്ല. ആരംഭ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഖിയാമത്ത് അലാമത്ത് പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞത് അദബകേട് ലോകത്ത് വ്യാപകമായാൽ ഖിയാമത്ത് നാളിനെ പ്രതീക്ഷിച്ചോളൂ. എന്താണ് അദബകേട്? പരിശുദ്ധ ഖുർആനിനോട് അദബകേട് കാണിക്കും. എന്താണ് ഖുർആനിനോടുള്ള അദബകേട്? ഒന്നാമത് ഖുർആനിനോടുള്ള ബഹുമാനക്കുറവ് തന്നെ. ഒരു കുട്ടി, നമ്മുടെ മക്കൾ പരിശുദ്ധ ഖുർആനുമായും രാവിലെ മദ്രസിന്റെ പുരയിലേക്ക് കയറി വരുമ്പോ നമ്മൾ ഇരിക്കുന്നവരാണെങ്കിൽ ഞാൻ ബാപ്പയാണ് തങ്ങളാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ മക്കൾ ഖുർആനുമായിട്ട് കയറി വരുമ്പോ എണീച്ചു നിൽക്കൽ സുന്നത്തുണ്ട്. എന്തിന്റെ പേരിൽ? ആ കുട്ടിയുടെ കയ്യിൽ മുസാഫ് ഉണ്ടായത് കൊണ്ട്. ആ മുസാഫിനെ മാനിച്ചിട്ട് നമ്മുടെ കയ്യിലേക്ക് ഖുർആനും കൊണ്ട് വരുമ്പോ എണീച്ചു നിൽക്കൽ സുന്നത്താണ്. ഖുർആനെ മാനിച്ചുകൊണ്ട് ആ ഖുർആൻ ആ രൂപത്തിൽ എത്ര ആള് മാനിക്കുന്നുണ്ട്. ചിലപ്പം വെള്ളിയാഴ്ച ദിവസങ്ങളൊക്കെ ചിലവരെ കാണാം, അൽക്കഫം ഓതിക്കഴിഞ്ഞാൽ ഇങ്ങനെ അങ്ങ് ഇട്ടുകൊടുക്കും, കടലാസ് ഇടുന്നത് പോലെ. അങ്ങനെ ഇടേണ്ട സാധനമാണോ ഖുർആൻ? ആ പരിശുദ്ധ ഖുർആൻ രണ്ട് കൈ കൊണ്ടെടുക്കുകയും അത് ഓതിക്കഴിഞ്ഞാൽ ചുംബിക്കുകയും വളരെ ബഹുമാനത്തോടെ എടുക്കുകയും ബഹുമാനത്തോടെ വെക്കേണ്ട സാധനമാണ് ഖുർആൻ. ഏറ്റവും അധികം ബഹുമാനിക്കേണ്ട കൂട്ടത്തിൽ ബഹുമാനിക്കേണ്ട സാധനമല്ലേ ഖുർആൻ? ആ ഖുർആൻ എത്ര മാത്രമല്ല ബഹുമാന. പ്രിയമുള്ളവരെ, ഒരു പെട്ടി, ഒരു